അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. സഹോദരങ്ങളെ, എൻ്റെ വല്ലിപ്പ, അതായത് ഗ്രാൻഡ് ഫാദർ, എൻ്റെ പിതാവിൻ്റെ പിതാവ്, വാപ്പാടെ വാപ്പ, അദ്ദേഹം 52 ഏക്കർ 81 സെന്റ് സ്ഥലം വഖഫ് ചെയ്തിട്ടുണ്ട്. ഈ വഖഫിനകത്ത് ഒരുപാട് സംരംഭങ്ങളുണ്ട്. അവിടെ കാർപ്പൻട്രി വർക്ക്ഷോപ്പുണ്ട്, വെൽഡിംഗ് വർക്ക്ഷോപ്പുണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റുണ്ട്, പിന്നെ ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അതുകൂടാതെ ചെമ്മീൻ വളർത്തലുണ്ട്, പോത്ത് വളർത്തലുണ്ട്, ടൈലറിംഗ് ഉണ്ട്. അങ്ങനെ പല സംരംഭങ്ങളും ഇതിനകത്തുണ്ട്. ഈ സംരംഭകരെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടും സമൂഹത്തിലുള്ള ഉന്നതരായിട്ടുള്ള VIP-മാരെ സംഘടിപ്പിച്ചുകൊണ്ടും അതിലൊക്കെ ഉപരി ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും സംഘടിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ ഒരു നോമ്പ് തുറ, ഒരു ഇഫ്താർ സംഗമം നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവിറ്റേഷൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം പിടികിട്ടും. ആ ഇൻവിറ്റേഷൻ ഒന്ന് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം. അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിൽ സേട്ട് അൽ ഹിസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം 2026 ഫെബ്രുവരി 24 ചൊവ്വ വൈകുന്നേരം 5 മണിക്ക് ഷാ ഓഡിറ്റോറിയം ചേറ്റുവ. സ്വീകരണം നൽകുന്നത് അഡ്വക്കേറ്റ് MK സക്കീർ, വഖഫ് ബോർഡ് ചെയർമാൻ, അഡ്വക്കേറ്റ് PU അലി, വഖഫ് ബോർഡ് മെമ്പർ, അഡ്വക്കേറ്റ് മുനീർ, മുൻ അൽഹിസ്റ്റ് മുത്തവല്ലി, സലീം ഫൈസി അടിമാലി, ചേറ്റുവ മഹൽ ഖത്തീബ്, സുമിത നിസാഫ്, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഉപാധ്യക്ഷ. ഈ അനുഗ്രഹീത മാസത്തിന്റെ ആത്മീയത പങ്കുവച്ച് സാഹോദര്യവും ഐക്യവും ശക്തിപ്പെടുത്തുന്നതിനായി നടത്തുന്ന ഈ സംഗമത്തിലേക്ക് താങ്കളെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. സ്നേഹപൂർവ്വം സുലൈമാൻ സേട്ട്, മുത്തവല്ലി പ്രസിഡന്റ്, ഷക്കൂർ സേട്ട്, റംജു ജനറൽ സെക്രട്ടറി, അൽഹിസ് അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിൽ സേട്ട് ട്രസ്റ്റ്. അൽഹംദുലില്ലാഹ്, ഈ ഇഫ്താർ സംഗമം വളരെ ഭംഗിയായി നടക്കുകയുണ്ടായി. ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തികളുടെ VIP-കളുടെ കൃത്യമായിട്ടുള്ള വിശദവിവരങ്ങൾ ഒരു ന്യൂസ് ചാനലിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിൽ നിന്ന് കൃത്യമായിട്ട് ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന VIP-കൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിൽ സേട്ട് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുണ്യ റമളാൻ മാസത്തോടനുബന്ധിച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ചേറ്റുവേഷൻ ഇന്റർനാഷണൽ ഹാളിൽ വെച്ച് നടന്ന സംഗമം ഗുരുവായൂർ നിയോജക മണ്ഡലം MLA NK അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി ഷുക്കൂർ സേട്ട് സ്വാഗതം പറഞ്ഞു. ട്രസ്റ്റ് പ്രസിഡന്റ് സുലൈമാൻ സേട്ട് അധ്യക്ഷത വഹിച്ചു. സ്വീകരണ ചടങ്ങിൽ വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ, വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PU അലി, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, മുൻ മുതവല്ലി അഡ്വക്കേറ്റ് മുനീർ, ചേറ്റുവ മഹൽ ഗദീബ്, സലീം ഫൈസി അടിമാലി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ RA സൈഫുള്ള, ഷമീറ ഷബീർ, നൌഷാദ് കൊട്ടിലിങ്ങൽ, CS സുധീഷ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇർഷാദ് K ചേറ്റുവ എന്നിവർ സംസാരിച്ചു. നാട്ടിക CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA ഹാരിസ് ബാബു, ചേറ്റുവ മഹൽ കമ്മിറ്റി പ്രസിഡന്റ് RA ഉബൈദുള്ള, ചേറ്റുവ മഹൽ കമ്മിറ്റി അംഗം സുബൈർ വലിയകത്ത് എന്നിവർ സംസാരിച്ചു. വലിയ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് മീഡിയ തൃശൂർ. കണ്ടല്ലോ, ഈ പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന VIP-കൾ. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ തോളോട് ചേർന്ന് നിൽക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന, ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളും എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവും കൃതജ്ഞതയും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത് മുത്തവല്ലി എന്ന നിലയ്ക്ക് എൻ്റെ അധ്യക്ഷതയിലാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു അധ്യക്ഷ പ്രസംഗത്തിന്റെ ഒരു തുടക്ക ഭാഗം ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിൽ സേഠ് ധർമ്മസ്ഥാപനം ഈ ചേറ്റുവായിൽ എങ്ങനെ അത് ഉണ്ടായി എന്നും ഗുജറാത്തിൽ നിന്നും വന്ന സേട്ടുമാർക്ക് ഇവിടെ ചേറ്റുവായിൽ എങ്ങനെ ആധിപത്യം ഉണ്ടായി എന്നും അതിന് ഒരു സ്കീം ഉണ്ടായി. അതിന്റെ നിയമാവലി അനുസരിച്ചിട്ടായിരിക്കും ഇനി ഇതിന് മുമ്പോട്ട് പോകുക. സമൂഹത്തിനും അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടുകാർക്കും ഒക്കെ പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഗെറ്റ് ടുഗദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിൽ സേഠ് ധർമ്മസ്ഥാപനത്തിന്റെ ഇവിടെ എങ്ങനെ സുസ്ഥാപിതമായി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 180 വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ 23ഓളം വരുന്ന ഒരു ഫാമിലിക്കാർ യൂസുഫുദ്ദീൻ എന്ന് പറയുന്ന സൂഫി വര്യന്റെ കയ്യാൽ അവരെല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഗുജറാത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ ഒരുപാടുണ്ടായിരുന്നു. അടുത്തതായി ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ചില വ്യക്തികൾ ഫോട്ടോഗ്രാഫുകൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും വ്യക്തിപരമായി അതിന്റെ ചിത്രങ്ങൾ അയക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് കുറേ ചിത്രങ്ങൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. എല്ലാ ചിത്രങ്ങളും ഒരുമിച്ച് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ചിത്രങ്ങളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഈ വീഡിയോ കൊണ്ടൊരു പ്രത്യേക ലക്ഷ്യവും ഉദ്ദേശവുമുണ്ട്. ആ ലക്ഷ്യവും ഉദ്ദേശവും എന്തെന്നാൽ 52 ഏക്കർ 81 സെന്റിൽ പരന്നു കിടക്കുന്ന ഈ വിശാലമായിട്ടുള്ള ഭൂമിയെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തുള്ള ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു എഡ്യൂക്കേഷണൽ സിറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ എഡ്യൂക്കേഷണൽ സിറ്റിയിൽ വരുന്ന വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇവിടെയുള്ളവർക്ക് എഫോർഡബിൾ ആയിട്ടുള്ള അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീസിൽ വിദ്യാഭ്യാസം നൽകുക. ഒപ്പം തന്നെ സമൂഹത്തിൽ സാമ്പത്തിക ഭദ്രതയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ടും വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ലക്ഷ്യം ഞങ്ങൾക്ക് നിറവേറ്റിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുക. അള്ളാഹുവേ, ഈ സുലൈമാൻ സേട്ടും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ലക്ഷ്യമിടുന്ന ഈ എഡ്യൂക്കേഷണൽ സിറ്റി അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി അവരെ നീ സഹായിക്കണമേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് നിങ്ങളുടെ ദുആക്ക് വേണ്ടി ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അള്ളാഹുവിനറിയാം ആരുടെ ദുആ ആണ് കബൂലാവുക എന്നുള്ളത്. ഓരോരുത്തരും ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹു അതിൽ കബൂൽ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിനും നാട്ടുകാർക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു സംരംഭം ഇവിടെ വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യവും സ്വപ്നവും. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി, ഞങ്ങളുടെ ഈ സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി, ഈ സംരംഭം യാഥാർത്ഥ്യമാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.